ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു PTM ലേണേഴ്സ്. ഈ വീഡിയോയിൽ പ്രിൻസ് അൽഗോറിതമാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. പ്രിൻസ് അൽഗോറിതം വിത്ത് ഇറ്റ്സ് കോഡ്. അപ്പോൾ അത് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ഗ്രാഫ് റെപ്രസെൻറ്റേഷൻ പഠിക്കണം. ബിക്കോസ് നമുക്ക് കമ്പ്യൂട്ടറിൽ ഡയറക്റ്റ്ലി ഇങ്ങനെ ഒരു ഗ്രാഫ് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഡയറക്റ്റ് കൊടുക്കാതെ അതിനെ നമ്മൾ വേറെ ഒരു ഫോർമാറ്റിലാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു റെപ്രസെൻറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം പഠിക്കണം. എന്നിട്ട് നമുക്ക് ഈ അൽഗോറിതത്തിലോട്ടൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓൾറെഡി ADS KTU-MC ഫസ്റ്റ് സെമസ്റ്ററിലുള്ള ADSൽ ഫസ്റ്റ് സൈക്കിൾ പ്രോഗ്രാംസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. സെക്കൻഡ് പാർട്ട് ഞാൻ പ്രിൻസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഒരു ഗ്രാഫ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. ഗ്രാഫ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് അഡ്ജസൻസി മെട്രിക്സ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് അഡ്ജസൻസി ലിസ്റ്റ്. അപ്പോൾ അഡ്ജസൻസി മെട്രിക്സ് എന്താണെന്ന് നോക്കാം. അഡ്ജസൻസി മെട്രിക്സ് ഇസ് നത്തിങ് ബട്ട് നമ്മൾ ഇതിനെ ഈ ഒരു ഗ്രാഫിനെ മെട്രിക്സ് ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് അഡ്ജസൻസി മെട്രിക്സ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് എടുത്തിട്ടുണ്ട്. ഇത് അൺവെയ്റ്റഡ് ഗ്രാഫാണ്. ഇത് നമ്മൾ എങ്ങനെ ഇൻപുട്ട് കൊടുക്കണമെന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു ഗ്രാഫിൽ 1 2 3 4 5 വെർട്ടിസസ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അഡ്ജസൻസി മെട്രിക്സ് എടുക്കുമ്പോൾ 5/5 മെട്രിക്സ് ആണ് എടുക്കേണ്ടത്. 5/5 n വെർട്ടിസസ് ആണെങ്കിൽ n ക്രോസ് n മെട്രിക്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ 5/5 ആണ്. അപ്പോൾ ഇതിലുള്ള നോട്ട്സ് 1 2 3 4 5 എന്നാണ് അതിൻ്റെ നെയിമിങ് കൊടുത്തേക്കുന്നത്. അപ്പോൾ 1 2 3 4 5 ഇങ്ങനെ താഴോട്ട് എഴുതാം, ഇങ്ങനെ സൈഡിൽ എഴുതാം 1 2 3 4 5. ഇനി 1 to 1 ഉണ്ടെങ്കിൽ അത് സെൽഫ് ലൂപ്പാണ്. ഇപ്പോൾ സെൽഫ് ലൂപ്പ് ഉണ്ടെങ്കിൽ ലൈക്ക് ഇപ്പോൾ ഈ ഒരു ഗ്രാഫിൽ സെൽഫ് ലൂപ്പില്ല. ഞാൻ സപ്പോസ് സെൽഫ് ലൂപ്പ് വെക്കാം. ഇപ്പോൾ ഈ ഒരു വേർട്ടെക്സ് ഇതിനായിട്ട് തന്നെ കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് സെൽഫ് ലൂപ്പാണ്. അപ്പോൾ 1 1 ഇത് 1 ആണ്, ഇത് 1 ആണ്. അതിന് കണക്ഷൻ ഉണ്ടെങ്കിൽ അതിന് നേരെ നമ്മൾ 1 കൊടുക്കണം. കണക്ഷൻ ഇല്ലെങ്കിൽ 0 കൊടുക്കാം. നെക്സ്റ്റ് ഉള്ളതാണ് 1 2 1 to 2 ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ 1 കൊടുക്കാം. നെക്സ്റ്റ് 1 to 3 ആണ്. 1 to 3യും കണക്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ 1 കൊടുക്കാം. നെക്സ്റ്റ് 1 to 4 1 ഇവിടെയാണുള്ളത്, 4 ഇവിടെയാണുള്ളത്. അതിന് ഡയറക്റ്റ് കണക്ഷൻ ഇല്ല. അപ്പോൾ അവിടെ 0 കൊടുക്കാം. അതേപോലെ 1 to 5ഉം കണക്ഷൻ ഇല്ല, അപ്പോൾ 0. ദെൻ 2 to 1 കണക്ഷൻ ഉണ്ട്. ഇത് അൺഡയറക്റ്റഡ് ഗ്രാഫാണ്. ഡയറക്റ്റഡ് ആണെങ്കിൽ 2 to 1 ഫ്രം 2 1 പോകുന്നത് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അൺഡയറക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ്ലി എടുക്കാം. ആൻഡ് ഓൾസോ ഇത് വെയ്റ്റഡ് അല്ല, അൺവെയ്റ്റഡ് ആണ്. അതുകൊണ്ടാണ് 1 and 0 എടുക്കുന്നത്. ഓക്കെ, ഇനി 2 to 1 ഉണ്ട്. അപ്പോൾ 1 ഇട്ടു. 2 to 2 ഇല്ല, സെൽഫ് ലൂപ്പ് ഇല്ല, അതുകൊണ്ട് 0. 2 to 3യും ഇല്ല, 0. 2 to 4 ഉണ്ട്. 2 to 4 ഉണ്ട്, 1. ആൻഡ് 2 to 5 ഇല്ല, 0. അതേപോലെ 3 to 1 ഉണ്ട്. 3 to 2 ഇല്ല, 3 to 3 ഇല്ല, 3 to 4 ഉണ്ട്, 3 to 5 ഇല്ല. ആൻഡ് 4 to 1 ഇല്ല, 4 to 2 ഉണ്ട്, 4 to 3 ഉണ്ട്, 4 to 4 ഇല്ല, 4 to 5 ഉണ്ട്. ആൻഡ് 5 to 1 ഇല്ല, 5 to 2 ഇല്ല, 5 to 3 ഇല്ല, 5 to 4 ഉണ്ട്, ആൻഡ് 5 to 5 അല്ല. ഇതാണ് ഈ ഒരു ഗ്രാഫിൻ്റെ അഡ്ജസൻസി മെട്രിക്സ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രാഫിന് ഇൻപുട്ട് കൊടുക്കണമെങ്കിൽ ഇതുപോലെ ഒരു മെട്രിക്സ് ആയിട്ട് കൊടുക്കാം. മെട്രിക്സ് ഇതിപ്പോൾ 2D അറേ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. 2D അറേ ആയിട്ടാണ് നമ്മൾ മെട്രിക്സ് ഫോർമാറ്റിൽ ഗ്രാഫിന് ഇൻപുട്ട് കൊടുക്കുന്നത്. ഇനിയുള്ളതാണ് ലിസ്റ്റ്. അഡ്ജസൻസി ലിസ്റ്റ് എന്ന് പറയും. അത് ലിങ്ക്ഡ് ലിസ്റ്റ് പോലെയാണ്. ഇതാണ് അഡ്ജസൻസി ലിസ്റ്റ്. ഇതൊരു ഗ്രാഫാണ്. 1 2 3 4 5 5 വെർട്ടെക്സസ് ആണ് ഉള്ളത്. അപ്പോൾ ആദ്യം 0 എടുക്കാം. 0 to 1 ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ 0 to 1 ഒരു ലിസ്റ്റ്, ഒരു നോഡ് നമ്മൾ കൊടുത്തു. ദെൻ 0 to 4 ഉണ്ട്. അപ്പോൾ അത് 1ൻ്റെ കൂടെ തന്നെ 4ഉം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ അടുത്ത നോഡ്, ഇതിൽ നിന്ന് വേറെ കണക്ഷൻ ഇല്ല. ഇതിൽ നിന്ന് ഈ 0ൽ 4 and 1 മാത്രമാണ് ഡയറക്റ്റ്ലി കണക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് മാത്രം കൊടുത്തു. ഇനി 1 ഈ ഒരു വേർട്ടെക്സ് എടുക്കാം. ഈ ഒരു വേർട്ടെക്സ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ജോയിൻ ആയിട്ടുള്ളതാണ് 0 2 3 4 ഇതല്ല. അപ്പോൾ ആദ്യം 0 കൊടുക്കാം. 1ൽ നിന്ന് 0ക്ക് ഒരു കണക്ഷൻ പോകുന്നുണ്ട്. ഇത് നോഡാണ്. അപ്പോൾ ഇതിലൊരു ഡേറ്റ പാർട്ട് വേണം, നെക്സ്റ്റ് പാർട്ട് വേണം. ആൻഡ് അതിൽ നിന്ന് അടുത്ത് 1 and 4 കണക്ഷൻ ഉണ്ട്. അപ്പോൾ 4ന് ഒരു നോഡ് കൊടുത്തു. ആൻഡ് 1 and 3 ഉണ്ട്. അപ്പോൾ അതിനൊരു കണക്ഷൻ വേണം. ആൻഡ് 1 and 2 ഉണ്ട്. അതിനും ഒരു കണക്ഷൻ കൊടുത്തു. ഇനി അടുത്ത നോഡ് കൊടുക്കാം. ഇതിൻ്റെ കണക്ഷൻസ് എല്ലാം ഫിനിഷായി. അടുത്ത വേർട്ടെക്സ് ആണ് 2. 2ന് 1നും 3ക്ക് മാത്രമാണ് കണക്ഷൻ ഉള്ളത്. അപ്പോൾ 2ന് 1ന് കൊടുത്തു, 3ന് കൊടുത്തു. അടുത്ത് 3 എടുക്കുകയാണെങ്കിൽ 2 1 4 ഇതിനാണ് കണക്ഷൻ ഉള്ളത്. അപ്പോൾ 4 1 2 കൊടുത്തു. ആൻഡ് 4ന് 0 3 1 ഇതായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പോൾ 4 0 1 3 ഇങ്ങനെ കൊടുത്തു. നമ്മൾ 2 ടൈപ്പിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ബട്ട് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മെട്രിക്സ് റെപ്രസെൻറ്റേഷനാണ്. എക്സാമിനും എല്ലാ അൽഗോറിതത്തിലും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് മെട്രിക്സ് റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ മാത്രം ഒന്ന് നന്നായിട്ട് പഠിച്ചാൽ മതി.
ഓക്കെ, ഇപ്പം ഞാൻ കാണിച്ചത് അൺവെയ്റ്റഡ് ഗ്രാഫാണ്. അൺവെയ്റ്റഡ് ആൻഡ് അൺഡയറക്റ്റഡ് ഗ്രാഫാണ്. ഇനി വെയ്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ എങ്ങനെ കൊടുക്കണമെന്ന് നോക്കാം. നമ്മൾ ഈ അൺവെയ്റ്റഡ് ഒക്കെ BFS DFSലാണ് യൂസ് ചെയ്യുന്നത്. പ്രിംസ് ക്രിസ്കൽസ് ഒക്കെ വരുമ്പോൾ നമ്മൾ വെയ്റ്റഡ് ഗ്രാഫാണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് അതൊക്കെ മിനിമം സ്പാനിങ് ട്രീ കണ്ടുപിടിക്കാനുള്ള അൽഗോരിതംസ് ആണ്. ഇനി ഈ ഒരു ഗ്രാഫ് എക്സാമ്പിളായിട്ട് എടുക്കാം. ഇത് വെച്ചിട്ടാണ് പ്രിംസ് അൽഗോരിതം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഇതിനെ ഇങ്ങനെ മെട്രിക്സ് ഫോമാറ്റിലോട്ട് റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ 1 2 3 4 5 6 7 വേർട്ടീസസ് ആണ് ഉള്ളത്. അപ്പോൾ ഞാൻ 7/7 7x7 ഒരു മെട്രിക്സ് എടുത്തിട്ടുണ്ട്. വെയ്റ്റഡ് ഗ്രാഫൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നോട്ട് ചെയ്യേണ്ടത്, കണക്ഷൻ ഇല്ല എങ്കിൽ അവിടെ നമ്മൾ ഇൻഫിനിറ്റ് വാല്യൂ ആണ് കൊടുക്കേണ്ടത്. ഇൻഫിനിറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലാർജസ്റ്റ് വാല്യൂ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ 999 ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഗ്രാഫിൽ 1 to 1 ഇല്ല, സെൽഫ് ലൂപ്പ് ഇല്ല. അപ്പോൾ അവിടെ ഞാൻ 999 ആണ് കൊടുക്കുന്നത്, 999. ഓക്കെ, അടുത്ത് 1 to 2 ഉണ്ട്. അതിൻ്റെ വെയിറ്റ് 28 ആണ്. അപ്പോൾ 28 കൊടുത്തു. 1 to 3 ഇല്ല, അപ്പോൾ അവിടെയും 999. 1 to 4 ഇല്ല. അടുത്തുള്ളത് 1 to 6 ആണ്. 1 to 6 10 ആണുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ്. ഇതും ലൈക്ക് നമ്മൾ അൺവെയ്റ്റഡ് ചെയ്തതുപോലെ തന്നെയാണ്. അൺവെയ്റ്റഡിൽ കണക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ 0 കൊടുക്കും, കണക്ഷൻ ഉണ്ടെങ്കിൽ 1 കൊടുക്കും. ബട്ട് വെയ്റ്റഡിൽ കണക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഇൻഫിനിറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലാർജസ്റ്റ് വാല്യൂ കൊടുക്കണം. കണക്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റ് ഏതാണോ അത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം അതിൻ്റെ കോൺസെപ്റ്റ് നോക്കാം. ഇതാണ് ഗ്രാഫ്. 1 2 3 4 5 6 7 നോട്ട്സ് ഉണ്ട്. ഇതിൻ്റെ വെയിറ്റ് 28 ആണ്. 1 to 2 28, 2 to 3 16, 3 to 4 12, 4 to 5 22, 5 to 6 25, 6 to 1 10, and 5 to 7 24, 7 to 2 14, and 7 to 4 18. ഇതാണ് ഇതിൻ്റെ വെയ്റ്റ്സ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൽ മിനിമം വെയിറ്റ് ഏതാണോ അത് എടുക്കണം. മിനിമം വെയിറ്റ് ഇപ്പോൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതാണ് മിനിമം വെയിറ്റ്. ഈ 10 ആണ് ഇതിൽ മിനിമം വെയിറ്റ് ആയിട്ടുള്ളത്. അതിൻ്റെ വേർട്ടെക്സസ് ആണ് 1 and 6. അപ്പോൾ 1 and 6 നമുക്ക് വരയ്ക്കാം. 1 and 6 വരച്ചു. ഇനി അത് വരച്ചതിന് ശേഷം ഈ 1ൻ്റെ അഡ്ജസൻറ്റ് നോട്ട്സും നമ്മൾ കൺസിഡർ ചെയ്യണം, ആൻഡ് ഓൾസോ 6ൻ്റെ അഡ്ജസൻറ്റ് നോട്ട്സും കൺസിഡർ ചെയ്യണം. എന്നിട്ട് അതിൽ ഏതാണോ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ളത് അതെടുത്ത് നമ്മൾ വരയ്ക്കണം. ഇപ്പോൾ നമ്മൾ 1 and 6 ആണ് വരച്ചത്. അപ്പോൾ അതിൻ്റെ അഡ്ജസൻറ്റ് നോട്ട്സ് കാണാം. 1ൻ്റെ അഡ്ജസൻറ്റിന് 28 ആണ് വെയിറ്റ്, 6ൻ്റെ അഡ്ജസൻറ്റിന് വെയിറ്റ് 25 ആണ്. അപ്പോൾ 28 25 ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ 25 ആണ് ലെസർ. അപ്പോൾ 25 വെയിറ്റ് ഉള്ള ആ ഒരു എഡ്ജ് നമുക്ക് എടുത്ത് വരയ്ക്കാം. അത് 6 to 5 ആണ്. അപ്പോൾ 6 to 5 നമ്മൾ വരച്ചു, അത് 25 ആണ്. ഇനി നമ്മൾ ഈ 5 ഇതും കൺസിഡർ ചെയ്യണം, 6 കൺസിഡർ ചെയ്യണം, 1ഉം കൺസിഡർ ചെയ്യണം. ഇത് 3ൻ്റെ അഡ്ജസൻറ്റ് നോട്ട്സ് കൺസിഡർ ചെയ്തിട്ട് അതിൽ ഏതിലാണോ കുറവ് വെയിറ്റ് ഉള്ളത് അത് സെലക്ട് ചെയ്ത് നമ്മൾ വരയ്ക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 1 എടുത്തു, അടുത്ത് 6 എടുത്തു, അടുത്ത് 5 എടുത്തു. ഇനി ഇതിൻ്റെ അഡ്ജസൻറ്റ് നോട്ട്സ് നോക്കാം. 6ൻ്റെ അഡ്ജസൻറ്റ് നോട്ട്സ് 10 and 25 ആണ്. ഓൾറെഡി നമ്മൾ വരച്ചു, അപ്പോൾ അത് ടിക്ക്. ആൻഡ് 5ൻ്റെ അഡ്ജസൻറ്റ് നോട്ട്സ് 25 24 22. 25 വരച്ചു. ഇപ്പോൾ ബാക്കിയുള്ളത് 24 and 22 ആണ്. ഇനിയുള്ളത് 1ൻ്റെ അഡ്ജസൻറ്റ് നോഡ്. 1ൻ്റെ അഡ്ജസൻറ്റ് നോഡ് എന്ന് പറയുന്നത് 28 ആണ്. 28. അപ്പോൾ ഇത് മൂന്നും കമ്പയർ ചെയ്യുമ്പോൾ 22 ആണ് ലെസർ വാല്യൂ. അപ്പോൾ 22 ഏത് എഡ്ജിലാണോ ഉള്ളത് അതെടുത്ത് വരയ്ക്കാം. 5 to 4 ആണ് 22 ഉള്ളത്. അപ്പോൾ അത് വരയ്ക്കാം. 5 4 ഇത് 28. അപ്പോൾ നമ്മളിപ്പോൾ 1 6 5 അടുത്ത് 4ഉം വരച്ചു. ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെ അഡ്ജസൻറ്റ് നോട്ട്സ് കൺസിഡർ ചെയ്യണം. ഓൾറെഡി ഈ 5ൻ്റെ 24 and 28 ഉണ്ട്. ഓൾറെഡി ഈ 5ൻ്റെ ഒരു 24 ഉണ്ട്, 1ൻ്റെ 28 ഉണ്ട്. ഇനി 4ൻ്റെ നോട്ട്സ് നോക്കണം. 4ൽ 18 ഉണ്ട്, 12 ഉണ്ട്. 18 and 12. അപ്പോൾ ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഈ വാല്യൂസ് എല്ലാം കമ്പയർ ചെയ്യുമ്പോൾ ഇത് 22 ആണ്. 22 നമ്മൾ വരച്ചു. ഈ വാല്യൂസ് എല്ലാം കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ 12 ആണ് സ്മോളസ്റ്റ്. അപ്പോൾ 12 എടുത്ത് വരയ്ക്കാം. 12 ഉള്ളത് 4 to 3 ആണ്. അപ്പോൾ 3 ഇത് 12 ആണ്. അപ്പോൾ 12 വരച്ചു. അപ്പോൾ ഇത് പോയി. ഇനി ഈ 3യുടെ അഡ്ജസൻറ്റ് നോട്ട്സും കൂടി നോക്കണം. 3യുടെ 16 ആണ്. അപ്പോൾ ഇപ്പോൾ ബാക്കിയുള്ളത് 24 28 18 16. അപ്പോൾ ഇത് കമ്പയർ ചെയ്യുമ്പോൾ 16 ആണ് ലോവസ്റ്റ്. അപ്പോൾ 16 എടുത്ത് വരയ്ക്കാം. 16 ഉള്ളത് 3 to 2ലാണ്. അപ്പോൾ 3 to 2 16 വരച്ചു. അപ്പോൾ അത് കട്ടാക്കാം. ഇനി 2ൻ്റെ അഡ്ജസൻറ്റ് നോട്ട്സ് നോക്കണം. 28 ഓൾറെഡി നമ്മളുടെ ഇതിലുണ്ട്. ഇനിയുള്ളത് 2 ആണ്. ഇനിയുള്ളത് 14 ആണ്. 16 ഓൾറെഡി വരച്ചു, 14 ആണ്. ഈ വാല്യൂസ് കമ്പയർ ചെയ്യുമ്പോൾ 14 ആണ് ലോവസ്റ്റ്. ഈ വാല്യൂസ് കമ്പയർ ചെയ്യുമ്പോൾ 14 ആണ് ലോവസ്റ്റ്. അപ്പോൾ 14 നമുക്ക് വരയ്ക്കാം. 14 ഉള്ളത് 2 to 7 ആണ്. അപ്പോൾ ഇത് 7 ഇങ്ങനെ 14ഉം വരച്ചു.
അപ്പോൾ 14 ഡൺ. ഓക്കെ, ഇനി 7ൻ്റെ അഡ്ജസൻറ്റ് നോട്ട്സ് നോക്കണം. 7ൻ്റെ ഉള്ളത് 18 ഓൾറെഡി ഉണ്ട്. അടുത്ത് 24 ഓൾറെഡി ഉണ്ട്. ഇനി ബാക്കിയുള്ളത് 28 ആണ്. അപ്പോൾ ഇനി അടുത്തത് നോക്കാം. അടുത്ത് ഇത് കൺസിഡർ ചെയ്യുമ്പോൾ 18 ആണ് സ്മോളസ്റ്റ്. അപ്പോൾ 18 7 to 4 ആണ്. 7 to 4 നമുക്ക് വരയ്ക്കാൻ പറ്റില്ല, ബിക്കോസ് സൈക്കിൾ ഫോം ആവും. നമുക്ക് മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീയിൽ സൈക്കിൾ ഫോം ആവാൻ പാടില്ല. ഇനി അപ്പോൾ 18 നമുക്ക് എടുക്കാൻ പറ്റില്ല, അത് മാറ്റാം. ഇനിയുള്ളത് 24 വരച്ചാലും സൈക്കിൾ ഫോം ആവും, സോ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. അടുത്തുള്ളത് 28 വരച്ചാലും സൈക്കിൾ ഫോം ആവും. 1 to 2 ആണ് 28, അത് വരയ്ക്കുമ്പോഴും സൈക്കിൾ ഫോം ആവും, സോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാ നോട്ട്സും കൺസിഡർ ചെയ്തു, എല്ലാത്തിൻ്റെയും മിനിമം എടുത്ത് എഴുതി. ഇതാണ് നമ്മളുടെ മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ. ആദ്യം 1 എടുത്തു, 6 എടുത്തു, പിന്നെ 5, 4, 3, 2 and 7. ഇതാണ് അതിൻ്റെ ഒരു ഓർഡർ. അപ്പോൾ ഇങ്ങനെയാണ് പ്രിംസ് അൽഗോരിതം വെച്ചിട്ട് നമ്മൾ മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ഇപ്പോൾ n വേർട്ടീസസ് ഉണ്ടെങ്കിൽ സ്പാനിങ് ട്രീയിൽ n-1 എഡ്ജസ് വേണം. ഇതിലുള്ള എല്ലാ വേർട്ടീസസും നമ്മൾ എടുത്തു. ഇതിൽ 7 വേർട്ടീസസ് ആണ് ഉള്ളത്. ഈ MSTയിലും 1, 2, 3, 4, 5, 6, 7 വേർട്ടീസസ് ഉണ്ട്. ആൻഡ് n-1 എഡ്ജസ് വേണം. അപ്പോൾ ഇതിൽ n7 ആണ്, അപ്പോൾ 6 എഡ്ജസ് വേണം. 1, 2, 3, 4, 5, 6 എഡ്ജസ് വന്നു. അപ്പോൾ ഇതാണ് മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ. തിയറിക്ക് ചോദിച്ചാൽ ഇതൊക്കെ എഴുതിയാൽ മതി. ഇനി ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഈ പ്രിംസ് ആക്ച്വലി എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയത്തില്ല. സോ ഞാൻ കോഡിൽ ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓരോ പാർട്ട് ആൻഡ് ഹൗ ഇറ്റ് വർക്ക്സ് എന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം മെയിൻ പാർട്ട് നോക്കാം. ഈ മെയിൻ ഫംഗ്ഷനിൽ നമുക്ക് ആവശ്യമുള്ള വേരിയബിൾസ് എല്ലാം ഡിക്ലെയർ ചെയ്യും. ആദ്യം നമ്മളുടെ ഗ്രാഫിൽ എത്ര വേർട്ടിസസ് ഉണ്ട് അത് ഇൻപുട്ട് എടുക്കും. അതാണ് printf enter the number of vertices, and number of vertices ഞാൻ n-ലാണ് സ്റ്റോർ ചെയ്യുന്നത്. scanf %d, %n. ഇനി ഇതിൽ നമുക്ക് ആവശ്യമുള്ള വേരിയബിൾസ് എല്ലാം ഡിക്ലെയർ ചെയ്യാം. ഇത് എൻ്റെ അറേ ആണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അറേ ആണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഇൻറ്റ് a of n എന്ന് പറഞ്ഞിട്ട് അറേ ഡിക്ലെയർ ചെയ്യുന്നു. ഈ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേർട്ടിസസ് ആണ്. പിന്നെ എനിക്ക് വിസിറ്റഡ് ആയിട്ടുള്ള എലമെൻസിനെ മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു അറേ വേണം. അറേയിൽ എല്ലാ വേർട്ടിസസും വിസിറ്റഡ് ആണോ അല്ലെങ്കിൽ വിസിറ്റഡ് അല്ലാത്തതാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇപ്പോൾ വിസിറ്റഡ് ഓഫ് n, അതിന് സൈസ് n ആണ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഗ്രാഫിൽ 1, 2, 3, 5 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ 5 വേർട്ടിസസ് ഉണ്ടെങ്കിൽ 5 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു അറേ കാണും. അപ്പോൾ ആദ്യം തന്നെ ഈ അറേയിലുള്ള എല്ലാ എലമെൻറ്റ്സിനെയും 0 ആക്കി വെക്കണം. ഞാൻ ഇവിടെ ഫോർ ലൂപ്പിൽ ഫസ്റ്റ് ഐയുടെ ലൂപ്പുണ്ട്. അതിൻ്റെ താഴെ vi of i = 0 എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ ഈ ഫോർ ലൂപ്പ് കംപ്ലീറ്റ് എക്സിക്യൂട്ട് ആയി കഴിയുമ്പോൾ ഈ വിസിറ്റഡ് ഓഫ് അറേയിലുള്ള എലമെൻറ്റ്സ് എല്ലാം 0 ആവും. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും കൊടുക്കാം, വിസിറ്റഡ് = 0. ഇങ്ങനെ കൊടുക്കുമ്പോൾ അതിലുള്ള എലമെൻറ്റ്സ് എല്ലാം 0 ആയിട്ട് മാറും. ഓക്കെ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് ചെയ്യാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഫോർ ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. ഫോർ ഇൻ j = 0, j <n, j++. ഈ ഫോർ ലൂപ്പ് ഈ ഒരു ലൂപ്പ് നെസ്റ്റഡ് ലൂപ്പ് എക്സിക്യൂട്ട് ആകുമ്പോൾ 2-3 കാര്യങ്ങളാണ് നടക്കുന്നത്. ഫസ്റ്റ് എൻ്റെ അഡ്ജസൻസി മെട്രിക്സ് ഞാൻ ഇൻപുട്ട് കൊടുക്കും. ഇതാണ് scanf %d, %a of ij. അപ്പോൾ അഡ്ജസൻസി മെട്രിക്സ് ഇൻപുട്ട് കൊടുക്കും. ഓരോ എലമെൻറ്റ്സ് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ വേറെ കുറച്ച് ഓപ്പറേഷൻസും നടക്കുന്നുണ്ട്. ആദ്യം a of ij 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. ഞാൻ ഫസ്റ്റ് പറഞ്ഞു കണക്ഷൻ 2 വേർട്ടെക്സിന് കണക്ഷൻ ഇല്ലെങ്കിൽ ഒരു ഇൻഫിനിറ്റ് നമ്പർ ഓർ ലാർജർ നമ്പർ കൊടുക്കാമെന്ന്. അപ്പോൾ അഡ്ജസൻസി മെട്രിക്സ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ 0 കൊടുത്താൽ മതി. ആൻഡ് അതിനെ നമ്മൾ എന്നിട്ട് 999 മാറ്റണം. അപ്പോൾ a of ij 0 ആണെങ്കിൽ ഇൻപുട്ട് ചെയ്യുമ്പോൾ തന്നെ അതിനെ 999 ആയിട്ട് ഞാൻ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കേസ് നമ്മൾ ആദ്യമേ മിനിമം = 999 എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിക്ലെയർ ചെയ്തപ്പോൾ ഒരു അറേ ഡിക്ലെയർ ചെയ്തു. പിന്നെ വിസിറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിസിറ്റഡിന് ഒരു അറേ കൊടുത്തിട്ടുണ്ട്. uv 2 വേരിയബിൾസ് ചുമ്മാ കൊടുത്തു. പിന്നെ മിനിമം വാല്യൂ ആദ്യം തന്നെ 999 ആയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മിനിമം = 999. ആൻഡ് അതിൻ്റെ കൂടെ കോസ്റ്റ് 0 ആക്കി, എഡ്ജും 0 ആക്കി. മിനിമം കോസ്റ്റ് ട്രീയിൽ 7 ഇപ്പോൾ n നമ്പർ ഓഫ് വേർട്ടിസസ് ഉണ്ടെങ്കിൽ n-1 നമ്പർ ഓഫ് എഡ്ജസ് കാണും. അതിനാണ് എഡ്ജ് കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് എഡ്ജ് 1 ആക്കി കൊടുത്തത്. അപ്പോൾ നമ്മൾ ഓരോ എലമെൻറ്റ്സും ഇൻപുട്ട് എടുക്കുമ്പോൾ തന്നെ ആദ്യം ആ എലമെൻറ്റ് 0 ആണോ എന്ന് നോക്കണം. 0 ആണെങ്കിൽ അതിനെ 999 മാറ്റണം. ആൻഡ് അടുത്ത കേസിൽ നമ്മളിപ്പോൾ ഇൻപുട്ട് എടുത്ത എലമെൻറ്റ് മിനിമമിനേക്കാളും ലെസ്സർ ആണോ എന്ന് നോക്കണം.
മിനിമമിനേക്കാളും ലെസ്സർ ആണെങ്കിൽ മിനിമം ഇപ്പോൾ നമ്മൾ ഏതാണോ ഇൻപുട്ട് ചെയ്തത് അതിനെ മിനിമം ആയിട്ട് മാറ്റണം. പിന്നെ ഇതിലുള്ള ഐ വാല്യൂ ആൻഡ് ജെ വാല്യൂ നമ്മൾ വേറെ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൂപ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നു ആദ്യം കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഗ്രാഫിലെ ഏറ്റവും മിനിമം വെയിറ്റുള്ള എഡ്ജ് ഏതാണോ അത് നമുക്ക് കിട്ടും. ഈ ഒരു ഗ്രാഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഗ്രാഫിൻ്റെ അഡ്ജസൻസി മെട്രിക്സ് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് നോട്ട്സിൻ്റെ വാല്യൂ 1 തൊട്ട് കൊടുക്കാം, അല്ലെങ്കിൽ 0 തൊട്ട് കൊടുക്കാം. 1 തൊട്ട് കൊടുക്കുകയാണെങ്കിൽ ചെറുതായിട്ട് കൺഫ്യൂഷൻ വരും ചെയ്യുമ്പോൾ. സോ ആ കൺഫ്യൂഷനെല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വേർട്ടസസ് കൊടുക്കുമ്പോൾ തന്നെ 0 ആ ഒരു ഇതിൽ അസ്യൂം ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് കൂടുതൽ കൺഫ്യൂഷൻ വരത്തില്ല. ഓക്കെ, അപ്പോൾ 0 to 5 വരെ ഉണ്ട്. 0, 1, 2, 3, 4, 5 മൊത്തം ഈ ഒരു ഗ്രാഫിൽ 6 വേർട്ടസസ് ആണ് ഉള്ളത്. അപ്പോൾ അഡ്ജസൻസി മെട്രിക്സ് 6/6 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ കണക്ഷൻ ഇല്ലാത്തതിനെ ഞാൻ 0 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കണക്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റ് എത്രയാണോ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ആകുമ്പോൾ ഐ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ 0 ആകുമ്പോൾ നമുക്ക് വിസിറ്റഡ് ഓഫ് അറേ ഒരെണ്ണം ഉണ്ട്. ഇപ്പോൾ 6 അല്ലേ, അപ്പോൾ 1, 2, 3, 4, 5, 6 1, 2, 3, 4, 5, 6 1, 2, 3, 4, 5. ഓക്കെ, ഐ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഫോർ ലൂപ്പ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഐ വാല്യൂ 0 ആകുമ്പോൾ ഈ അറേയിൽ വിസിറ്റഡ് അറേയിൽ 0th പൊസിഷൻ്റെ വാല്യൂ 0 ആയിട്ട് മാറും. എന്നിട്ട് നമ്മൾ ഇൻപുട്ട് എടുക്കുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മെട്രിക്സ് കൊടുക്കുമ്പോൾ 0 ടൈപ്പ് ചെയ്യും. അടുത്ത് 2, 0, 1, 4, 0 ഈ ഒരു ലൈൻ കംപ്ലീറ്റ് ആക്കിയിട്ട് എന്നിട്ട് സെക്കൻഡ് ലൈനിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ 0 ആണ് ഇൻപുട്ട് കൊടുക്കുന്നത്. ബിക്കോസ് ഇവിടെ സെൽഫ് ലൂപ്പ് ഇല്ല. അപ്പോൾ ഈ വാല്യൂ 0 ആയിരിക്കും. 0 കൊടുക്കുമ്പോൾ നമ്മൾ ആ പ്രോഗ്രാമിൽ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് ഇത് 0 ആണോ എന്നാണ്. നമ്മൾ കൊടുക്കുന്ന വാല്യൂ 0 ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. 0 ആണെങ്കിൽ അതങ്ങനെ 999 ആയിട്ട് നമ്മൾ മാറ്റും. ഓക്കെ, എന്നിട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഈ വാല്യൂ മിനിമത്തിനേക്കാളും ലെസ് ആണോ എന്ന് നോക്കും. മിനിമം നമ്മൾ ഇയർലി ഫസ്റ്റ് തന്നെ 999 ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കമ്പയർ ചെയ്യുമ്പോൾ 999 ലെസ് ദാൻ 999 കണ്ടീഷൻ ഫോൾസ് ആണ്. സോ ഒന്നും നടക്കത്തില്ല. അടുത്ത എലമെൻറ്റ് നമ്മൾ ഇൻപുട്ട് കൊടുക്കും. അടുത്ത എലമെൻറ്റ് കൊടുക്കുമ്പോൾ ഇത് 2 ആണ്, 0 അല്ല. അപ്പോൾ ആ ഒരു ഇഫ് കണ്ടീഷൻ വർക്ക് ആവത്തില്ല, അതിന് താഴെ വരും. ഇപ്പോൾ നമുക്ക് മിനിമം ആയിട്ടുള്ളത് 999 അല്ലേ. ഈ 2ഉം 999ഉം കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യുമ്പോൾ ഈ 2 ആണ് ഏറ്റവും ലോവസ്റ്റ് വാല്യൂ. അപ്പോൾ നമ്മൾ മിനിമം എടുത്ത് 2 ആക്കി മാറ്റും. മിനിമം ഈക്വൽ ടു 2 ആവും. ഇനി അതിലുള്ള ഐ എന്ന് പറയുന്നത് 0 ആണ്. ഈ ഒരു ലൈൻ ഫുള്ളും നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഐ വാല്യൂ 0 ആയിരിക്കും. ജെ വാല്യൂ മാത്രം 0, 1, 2, 3, 4, 5 അങ്ങനെ മാറും. അപ്പോൾ ഐ വാല്യൂ 0 ആണ്, ജെ വാല്യൂ 1 ആണ്. അപ്പോൾ ഈ ഐ ജെ നമ്മൾ വി യു എന്ന് പറഞ്ഞ് വേറെ വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇനി അടുത്ത എലമെൻറ്റ് ഇൻപുട്ട് ചെയ്യും. ഇത് 0 ആണ്. അപ്പോൾ അത് നമ്മൾ 999 ആക്കണം. 2 ലെസ് ദാൻ 999 കണ്ടീഷൻ ഫോൾസ്. അപ്പോൾ ഒന്നും ആവത്തില്ല. അടുത്ത എലമെൻറ്റ് ഇൻപുട്ട് എടുക്കാം. ഇത് 1 ആണ്. 1 ലെസ് ദാൻ 2 കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ നമ്മൾ മിനിമം 2 ആയിരുന്നു, അത് മാറ്റിയിട്ട് മിനിമം 1 ആക്കി കൊടുക്കണം. എന്നിട്ട് ഐ വാല്യൂ യു വാല്യൂ ആൻഡ് വി വാല്യൂ ചേഞ്ച് ചെയ്യണം. ഐ 0 ആണ്, അപ്പോൾ വി വാല്യൂ 0 ആയിരിക്കും. ആൻഡ് ജെ വാല്യൂ 3 ആണ്, അപ്പോൾ യു വാല്യൂ 3 ആവും. അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നു 4 ലെസ് ദാൻ 1 കണ്ടീഷൻ ഫോൾസ്. ഇപ്പോൾ 0 എല്ലാം നമ്മൾ 999 ആക്കി കൊടുക്കണം. അങ്ങനെ ഇത് ഫുള്ളും അടുത്ത് ഈ ഒരു ലൈൻ കഴിയുമ്പോൾ ഐ വാല്യൂ ഒന്ന് ഇൻക്രീസ് ആവും. ഐ വാല്യൂ അതും 0 ആയിരുന്നു. അടുത്ത ഐ വാല്യൂ 1 ആവും. ഇപ്പോൾ ഈ ഒരു മെട്രിക്സ് എടുക്കുമ്പോൾ എനിക്ക് മിനിമം വാല്യൂ ഉള്ളത് 1 ആണ്. 1 ഈ 2 പൊസിഷനിലാണ് ഉള്ളത്. 0 ആണ് മിനിമം, ബട്ട് 0 ഉണ്ടെങ്കിൽ നമ്മളതിനെ 999 ആക്കി മാറ്റും. 0 അല്ലാതെ മിനിമം ആയിട്ടുള്ളത് 1 ആണ്. 1 2 പൊസിഷനിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ ഏതാണോ ഉള്ളത് അത് മാത്രം കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ 1 ഇവിടെയാണ് ഉള്ളത്. 0, 3 പൊസിഷനിലാണ് 1 ഉള്ളത്. അപ്പോൾ ഇതായിരിക്കും നമ്മളുടെ മിനിമം. അപ്പോൾ ഫസ്റ്റ് ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ മിനിമം വാല്യൂ 1 ആയിരിക്കും. വി വാല്യൂ 0 ആയിരിക്കും ആൻഡ് യു വാല്യൂ 3 ആയിരിക്കും. ഇതാണ് ആ ഒരു ഫോർ ലൂപ്പിൽ നടക്കുന്നത്. ഇനി അടുത്ത ഫംഗ്ഷനിലാണ് MST ഒക്കെ നമ്മൾ കണ്ടുപിടിച്ച് പ്രിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഫോർ ലൂപ്പ് കഴിഞ്ഞു. ഈ ലൂപ്പ് കഴിഞ്ഞപ്പോൾ നമ്മളുടെ കയ്യിൽ ഈ ഒരു ഗ്രാഫിലുള്ള മിനിമം വെയ്റ്റഡ് എഡ്ജ് ഏതാണോ അത് നമുക്ക് കിട്ടി.
ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ MST ഒക്കെ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ കോസ്റ്റ് 0 ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കോസ്റ്റ് 0 ആക്കി, എഡ്ജ് 1 ആക്കി. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ കണ്ടുപിടിച്ച മിനിമം വാല്യൂ ഇല്ലേ, അതിനെ ഈ കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണം. നമ്മളുടെ പ്രോഗ്രാമിൽ മിനിമം വാല്യൂ 1 ആയിട്ടാണ് കിട്ടിയത്. ഞാൻ കാണിച്ച ഗ്രാഫിൽ മിനിമം വാല്യൂ 1 ആണ്. അപ്പോൾ കോസ്റ്റ് ഈക്വൽ ടു 1 + 0, കോസ്റ്റ് 1 ആയി. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അറേ ക്രിയേറ്റ് ചെയ്ത് വെച്ചില്ലേ, വിസിറ്റഡ് എന്ന് പറഞ്ഞ്, അതിൽ 0 1 2 3 4 5 ഇങ്ങനെയായിരുന്നു അതിൻ്റെ ഇൻഡെക്സ്. അതിൽ നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്ത ലാസ്റ്റ് കിട്ടിയ U ആൻഡ് V വാല്യൂ ഇല്ലേ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻസിനെ നമ്മൾ 1 ആക്കണം. നമുക്ക് കിട്ടിയത് V0 U3 ആണ്. അപ്പോൾ 0 3 ഇത് രണ്ടും 1 ആക്കണം. ബാക്കി എല്ലാത്തിൻ്റെ വാല്യൂ 0 ആണ്. നമുക്കിപ്പോൾ കിട്ടിയ അതിൻ്റെ വാല്യൂ മാത്രം 1 ആക്കി. ഓക്കെ, വിസിറ്റഡ് എന്ന് മാർക്ക് ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്യണം. സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ആ എഡ്ജിനെ പ്രിൻറ്റ് ചെയ്യുന്നു. എഡ്ജ് ഈക്വൽ ടു U, V എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. ഇനിയാണ് അടുത്ത് നമ്മൾ സ്പാനിങ് ട്രീ കണ്ടുപിടിക്കാൻ പോകുന്നത്. വൈൽ E ലെസ് ദാൻ n-1. ഈ കണ്ടീഷൻ എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ n വേർട്ടീസസ് ഉണ്ടെങ്കിൽ n-1 എഡ്ജസേ വരാൻ പാടുള്ളൂ. അതിനാണ് E ലെസ് ദാൻ n-1 എന്ന് കൊടുത്തത്. വീണ്ടും ഈ ലൂപ്പിൻ്റെ അകത്ത് മിനിമം വാല്യൂ നമ്മൾ 999 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ലൂപ്പ് വെച്ചിട്ട് നമ്മൾ വീണ്ടും കണ്ടീഷൻസ് ഒക്കെ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഇത് 2D അറേയാണ്. അപ്പോൾ നമുക്ക് 2 ഫോർ ലൂപ്സ് വേണം. ഫോർ i ഈക്വൽ ടു 0, i ലെസ് ദാൻ n, i പ്ലസ് പ്ലസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്യുന്നുണ്ട്. വിസിറ്റഡ് ഓഫ് i 1 ആണോ എന്ന് നോക്കുന്നുണ്ട്. 1 ആണെങ്കിൽ മാത്രമേ അത് കഴിഞ്ഞിട്ടുള്ളത് പ്രിൻ്റ് ആവത്തുള്ളൂ. ബിക്കോസ് നമ്മൾ പ്രിൻസ് പഠിച്ചു ആദ്യം നമ്മൾ മിനിമം വെയിറ്റ് ഏതാണോ അത് കണ്ടുപിടിക്കണം, അതിൻ്റെ വേർട്ടസസ് കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ടുള്ളതിൽ മിനിമം ഏതാണോ അതാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന്. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് വിസിറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഏതാണോ അതിൻ്റെ അഡ്ജസൻ്റ് എലമെൻറ്റ്സ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ വിസിറ്റഡ് ആണോ എന്ന് നോക്കണം ആദ്യം. എന്നിട്ട് വിസിറ്റഡ് ആണെങ്കിൽ മാത്രം അതിൻ്റെ അഡ്ജസൻ്റിൽ മിനിമം ഏതാണോ ഉള്ളതെന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഫോർ ലൂപ്പ് ഫോർ i ഈക്വൽ ടു 0, i ലെസ് ദാൻ n, i പ്ലസ് പ്ലസ് കൊടുത്തു. ഇനി V ഓഫ് i, വിസിറ്റഡ് ഓഫ് i 1 ആണെങ്കിൽ മാത്രം അടുത്ത ലൂപ്പിൻ്റെ അകത്ത് പോകത്തുള്ളൂ. അടുത്ത ലൂപ്പിൻ്റെ അകത്ത് ഫോർ j ഈക്വൽ ടു 0, j ലെസ് ദാൻ n, j പ്ലസ് പ്ലസ്. If a of ij less than minimum and visited of I equal to 0, a of ij less than minimum ആയിരിക്കണം. നമ്മൾ മിനിമം വാല്യൂ 999 ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്ന ആ ഒരു റോയിലുള്ള എലമെൻറ്റ് മിനിമത്തിനേക്കാളും ചെറുതായിരിക്കണം. ആൻഡ് ഓൾസോ അതിൻ്റെ വിസിറ്റഡ് ഓഫ് j 0 ആയിരിക്കാം. അപ്പോൾ നമുക്ക് ഇതിന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള എലമെൻറ്റ് ഏതാണോ അതിനെ മിനിമം ആക്കി സെറ്റ് ചെയ്യുന്നു. ഇനി U വാല്യൂ ആൻഡ് V വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഈ ലൂപ്പ് ആ ഒരു റോ കംപ്ലീറ്റ് വിസിറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റിൻ്റെ റോ ഫുള്ളും കംപ്ലീറ്റ് ചെക്ക് ചെയ്യുന്നത് വരെ ഈ ഒരു ലൂപ്പ് കണ്ടിന്യൂ ആവും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. ഇതാണ് നമ്മളുടെ വിസിറ്റഡ് ഓഫ് അറേ. നമ്മൾ ഫസ്റ്റ് ഫോർ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ ഇതെല്ലാം 0 ആയി. ഇനി നമ്മൾ ഫസ്റ്റ് ഫോർ ലൂപ്പിൽ ഇതിലുള്ള മിനിമം വെയിറ്റുള്ള എഡ്ജ് ഏതാണോ അത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ്. അതിൽ V വാല്യൂ 0 ആണ്, U വാല്യൂ 3 ആണ്. അപ്പോൾ 0 3 ഉള്ള പൊസിഷൻ മാത്രം നമ്മൾ 1 ആയിട്ട് മാറ്റുന്നു. അപ്പോൾ ഇത് 1 ആയി. 0th പൊസിഷനിലുള്ള എലമെൻറ്റ് 1 ആക്കി. ആൻഡ് 3rd പൊസിഷനിലുള്ള എലമെൻറ്റ് 1 ആക്കി. ഇനി അത് കഴിഞ്ഞിട്ട് വൈൽ E ലെസ് ദാൻ n-1, ഈ വാല്യൂ നമ്മൾ ആദ്യമേ 1 എന്ന് കൊടുത്തു. അപ്പോൾ 1 ലെസ് ദാൻ, ഇപ്പോൾ ഇതിൽ 6 ഇതാണുള്ളത്, 6 വേർട്ടിസസ് ഉണ്ട്. അപ്പോൾ E ലെസ് ദാൻ 5 വരുന്നത് വരെ നമുക്ക് ഈ ഒരു ലൂപ്പ് കണ്ടിന്യൂ ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ ഇത് വിസിറ്റഡ് എന്ന് മാർക്ക് ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. ഫോർ i ഈക്വൽ ടു 0, i ലെസ് ദാൻ n, i പ്ലസ് പ്ലസ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്യുന്നുണ്ട്. വിസിറ്റഡ് ഓഫ് i ഈക്വൽ ടു 1 ആണോ എന്ന് നോക്കും. 1 ആണെങ്കിൽ മാത്രമാണ് അടുത്ത ഫോർ ലൂപ്പിൽ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. i വാല്യൂ 0 ആണ്, കണ്ടീഷൻ 2, i ലെസ് ദാൻ n കണ്ടീഷൻ 2 ആണ്, i പ്ലസ് പ്ലസ്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യുന്നു. വിസിറ്റഡ് ഓഫ് i 1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ വിസിറ്റഡ് ഓഫ് 0 എന്ന് പറയുന്നത് ഇപ്പോൾ 1 ആണ്, കണ്ടീഷൻ 2 ആണ്. അപ്പോൾ ആ ഒരു ലൂപ്പിൻ്റെ അകത്ത് പോകും. ബിക്കോസ് നമ്മളിപ്പോൾ വിസിറ്റഡ് ആണെങ്കിൽ ഇതിൻ്റെ അഡ്ജസൻറ്റ് വെർട്ടസസ് മാത്രം നോക്കിയാൽ മതി. അതിനാണ് ഈ ഒരു കണ്ടീഷൻ കൊടുക്കുന്നത്. കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പോവും. ഇതിൻ്റെ അകത്ത് പോകുമ്പോൾ ഫോർ j ഈക്വൽ ടു 0, j ലെസ് ദാൻ n, j പ്ലസ് പ്ലസ്, ഈ ഒരു റോ നമ്മൾ കംപ്ലീറ്റ് ചെക്ക് ചെയ്യും. അപ്പോൾ ഇതിലുള്ളത് മിനിമത്തിനേക്കാളും ലെസ്സർ ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള മിനിമം 999 ആണ്. 999 ലെസ് ദാൻ 99
കണ്ടീഷൻ ഫോൾസ്. അടുത്ത് പോവും 2 ആണ്. 2 ലെസ് ദാൻ 999 കണ്ടീഷൻ ട്രൂ ആണ്. ആൻഡ് ഓൾസോ വിസിറ്റഡ് ഓഫ് 1 ഇത് കണ്ടീഷൻ ട്രൂ ആണ്. 2 ലെസ് ദാൻ 999 കണ്ടീഷൻ ട്രൂ ആണ്. ആൻഡ് വിസിറ്റഡ് ഓഫ് ജെ, നമ്മളിപ്പോൾ ഇതിൽ ഐ വാല്യൂ 0 ആണ്, അതുകൊണ്ടാണ് ഈ ഒരു റോ ചെക്ക് ചെയ്യുന്നത്. ആൻഡ് ഓരോ എലമെൻറ്റ് നമ്മൾ മൂവ് ചെയ്യുമ്പോഴും ജെ വാല്യൂ 1 വെച്ച് ഇൻക്രീസ് ചെയ്യും. ഫസ്റ്റ് ജെ വാല്യൂ ഇവിടെ 0 ആയിരിക്കും, ഇവിടെ വരുമ്പോൾ 1 ആവും, ഇവിടെ വരുമ്പോൾ 2 ആവും, ഇവിടെ വരുമ്പോൾ 3, ഇവിടെ വരുമ്പോൾ 4, ഇവിടെ വരുമ്പോൾ 5, അങ്ങനെ ജെ വാല്യൂ 0 to 5 വരെ പോകും. അപ്പോൾ ഇപ്പോൾ ജെ വാല്യൂ 1 ആണ്. അപ്പോൾ വിസിറ്റഡ് ഓഫ് ജെ 0 ആണോ എന്ന് നോക്കണം. വിസിറ്റഡ് ഓഫ് ജെ മീൻസ് വിസിറ്റഡ് ഓഫ് 1. വിസിറ്റഡ് ഓഫ് 1 0 ആണ്, കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ ആ ലൂപ്പിൻ്റെ അകത്ത് പോവും. ലൂപ്പിൻ്റെ അകത്ത് പോകുമ്പോൾ മിനിമം വാല്യൂ ആയിട്ട് നമുക്ക് ആദ്യം 999 ആണ് ഉള്ളത്. ഇപ്പോൾ മിനിമം ആയിട്ട് നമ്മൾ 2 സെറ്റ് ചെയ്തു. ഇപ്പോൾ മിനിമം ഈക്വൽ ടു 2. ഇനി യു ഈക്വൽ ടു ഐ വാല്യൂ 0 ആണ്, അപ്പോൾ യു ഈക്വൽ ടു 0 കൊടുത്തു. വി വാല്യൂ ജെ വാല്യൂ 1 ആണ്, അപ്പോൾ വി ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഇത് ഫുള്ള് നമ്മൾ ചെക്ക് ചെയ്യണം. ഇത് ഓൾറെഡി ഈ ഒരു ലൈൻ ഫുള്ള് ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് പോവും. 999 ലെസ് ദാൻ 2 കണ്ടീഷൻ ഫോൾസ് ആണ്, അപ്പോൾ ഇത് ചെക്ക് ചെയ്തില്ല. അടുത്ത് പോവും 1 ലെസ് ദാൻ 2 കണ്ടീഷൻ ട്രൂ ആണ്. ആൻഡ് വി ഓഫ് ജെ ഈക്വൽ ടു 0 ആണോ എന്ന് നോക്കും. വി ഓഫ് ജെ, ഇപ്പോൾ ജെ വാല്യൂ ഇവിടെ വരുമ്പോൾ 3 ആയി. അപ്പോൾ 0 1 2 3 വാല്യൂ വിസിറ്റഡ് ഓഫ് 3 0 അല്ല, ഇത് 1 ആണ്. അപ്പോൾ കണ്ടീഷൻ ഫോൾസ്, ഇത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ജെ വാല്യൂ ഇൻക്രീസ് ആവും. 4 ലെസ് ദാൻ 2 കണ്ടീഷൻ ഫോൾസ്. പിന്നെ 999 ലെസ് ദാൻ 2 കണ്ടീഷൻ ഫോൾസ്. അപ്പോൾ ഈ ഒരു ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ മിനിമം വാല്യൂ 2 ആണ്. പിന്നെ യു വാല്യൂ 0, വി വാല്യൂ 1, ഇത്രയും നമുക്ക് കിട്ടി. ഓക്കെ, പിന്നെയും ഐ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യണം. ഐ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ നോട്ട് ഭയങ്കര മെസ്സിയായി, പ്ലീസ് ഡോണ്ട് മൈൻഡ് ഇറ്റ്. ഇത് ഓക്കെ അല്ലെങ്കിൽ പറഞ്ഞാൽ മതി. ഇഫ് പോസിബിൾ ഞാൻ വേറെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്മളുടെ ഫോർ ലൂപ്പ് കഴിഞ്ഞപ്പോൾ ഐ ഈക്വൽ ടു 0 ആണ് ചെക്ക് ചെയ്തത്. അപ്പോൾ ഈ ഒരു റോ കംപ്ലീറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഐ വാല്യൂ വന്ന് ഇൻക്രിമെൻ്റ് ആവും. അപ്പോൾ അടുത്ത റോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. അടുത്ത റോ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് വിസിറ്റഡ് ഓഫ് ഐ 1 ആണോ എന്നാണ്. 1 ആണെങ്കിൽ മാത്രമേ ഈ ഒരു റോ നമ്മൾ ചെക്ക് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ഈ റോ പോകത്തില്ല. ദെൻ അടുത്ത ഐ വാല്യൂ ഇൻക്രിമെൻ്റ് ആവും. ആ ഐ വാല്യൂ വിസിറ്റഡ് ഓഫ് ഐ 1 ആണെങ്കിൽ മാത്രം അടുത്ത റോ ഇങ്ങനെ ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്ത് ഇത് ഫുള്ള് നമ്മൾ ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ അടുത്ത് ഒരു മിനിമം എലമെൻറ്റ് കാണും. പിന്നെ ആ മിനിമത്തിൻ്റെ ഇൻഡെക്സസ് ഐ ആൻഡ് ജെ വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ മിനിമം വാല്യൂ മിനിമത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കാണും. പിന്നെ ജെ വാല്യൂ വിയിലും ഐ വാല്യൂ യുയിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൂപ്പ് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കോസ്റ്റിൻ്റെ കൂടെ നമുക്ക് കിട്ടിയ മിനിമം ഏതാണോ അതിനെ ആഡ് ചെയ്യണം. എന്നിട്ട് വിസിറ്റഡ് ഓഫ് വി നമുക്ക് ഫൈനലി ഈ 2 ലൂപ്പും കംപ്ലീറ്റ് ആകുമ്പോൾ വിസിറ്റഡ് ഓഫ് വി ഒരു വാല്യൂ കിട്ടും. അതിനെ എടുത്ത് 1 ആക്കി മാറ്റണം. എന്നിട്ട് വീണ്ടും ഈ ലൂപ്പ് കണ്ടിന്യൂസ് ചെയ്യും. ബിക്കോസ് ഫോർ ലൂപ്പിൻ്റെയും സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വൈൽ ലൂപ്പാണ് കൊടുത്തേക്കുന്നത്. വൈൽ ഇ ലെസ് ദാൻ n-1 ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഈ ++ഉം കൂടി കൊടുക്കണം. ദെൻ എഗെയിൻ വൈൽ ലൂപ്പ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ഈ ലൂപ്പ് ഇങ്ങനെ എക്സിക്യൂട്ട് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഫൈനലി ഈ വൈൽ ലൂപ്പ് ഫോർ ലൂപ്പ് എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ വിസിറ്റഡ് ഓഫ് ഈ എല്ലാം 1 ആവും. ആൻഡ് ഓരോ ടൈം ഈ ഫോർ ലൂപ്പ് 2 ലൂപ്പ് എക്സിക്യൂട്ടായി കഴിയുമ്പോൾ നമ്മൾ ആ ഒരു മിനിമം എഡ്ജ്, നമുക്കൊരു മിനിമം എഡ്ജ് കിട്ടൂലേ, ആ മിനിമം എഡ്ജിൻ്റെ വാല്യൂസും പ്രിൻറ്റ് ചെയ്യണം. ലൈക്ക് ദിസ് പ്രിൻറ്റ് ഓഫ് എഡ്ജസ് എന്ന് പറഞ്ഞിട്ട് %d, %d, u, v എന്ന് പ്രിൻറ്റ് ചെയ്യിപ്പിച്ചാലും മതി. ഓക്കെ, അടുത്ത് പ്രിൻറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഫസ്റ്റ് ഒരു മെയിൻ ഫംഗ്ഷനിൽ മിനിമം വാല്യൂ കണ്ടുപിടിച്ചില്ലേ, അതിൻ്റെ എഡ്ജസും കൂടി പ്രിൻറ്റ് ചെയ്യണം. മെയിൻ ഫംഗ്ഷനിൽ തന്നെ പ്രിൻറ്റ് ചെയ്യണം. എന്നിട്ട് ഇത് കണ്ടിന്യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ലൂപ്പ് എക്സിക്യൂട്ടായി കഴിയുമ്പോൾ നമ്മളുടെ അടുത്ത് മിനിമം സ്പാനിങ് ട്രീ ഉണ്ടാവും. ഓക്കെ, ഇതാണ് ആ വൈൽ ലൂപ്പ്. വൈൽ ഇ ലെസ് ദാൻ n-1 ആണെങ്കിൽ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ആവും. മിനിമം വാല്യൂ ആദ്യമേ നമ്മൾ 999 ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫോർ ലൂപ്പാണ്. ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ n, i++. ദെൻ നമ്മൾ വിസിറ്റഡ് ഓഫ് ഐ 1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം അടുത്ത ഫോർ ലൂപ്പിൻ്റെ അകത്ത് പോവും. അടുത്ത ഫോർ ലൂപ്പ് ഫോർ ജെ ഈക്വൽ ടു 0, ജെ ലെസ് ദാൻ n, j++ ആണ്. ദെൻ എ ഓഫ് ഐ ജെ ലെസ് ദാൻ മിനിമം ആയിരിക്കണം. ആൻഡ് ഓൾസോ വിസിറ്റഡ് ഓഫ് ജെ 0 ആയിരിക്കണം. ഈ 2 കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ഇഫ് ബ്ലോക്ക് വർക്ക് ആവും. ഈ കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ നമ്മൾ മിനിമത്തിനെ
മിനിമത്തിൽ എ ഓഫ് ഐ ജെയുടെ വാല്യൂ കൊടുക്കും, പിന്നെ യുവിൽ ഐ വാല്യൂ സ്റ്റോർ ചെയ്യും ആൻഡ് വിയിൽ ജെ വാല്യൂ സ്റ്റോർ ചെയ്യും. ഈ ഒരു ലൂപ്പ് കംപ്ലീറ്റ് ഇങ്ങനെ എക്സിക്യൂട്ട് ആവും. ഈ 2 ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ആയി കഴിയുമ്പോൾ നമ്മളുടെ അടുത്ത് ഒരു മിനിമം വാല്യൂ കാണും. ആ മിനിമം വാല്യൂവിനെ നമ്മൾ ഈ കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു ആൻഡ് വിസിറ്റഡ് ഓഫ് വിനെ 1 ആക്കി സെറ്റ് ചെയ്യുന്നു. ദെൻ നമ്മളുടെ എഡ്ജ് പ്രിൻറ്റ് ചെയ്യുന്നു. അഗെയിൻ ഈ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് പിന്നെയും ഇത് വൈൽ ലൂപ്പിൻ്റെ അകത്ത് പോകും കൺട്രോൾ. വീണ്ടും ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ആവും, നമുക്കൊരു മിനിമം എഡ്ജ് കിട്ടും, ഈ വാല്യൂ ഇൻക്രീസ് ചെയ്യും, പിന്നെ ഈ ലൂപ്പ് കണ്ടിന്യൂ ആവും അൺടിൽ ദ എഡ്ജ് വാല്യൂ ബിക്കംസ് എഡ്ജ് വാല്യൂ ലെസ് ദാൻ n-1. അത് കണ്ടീഷൻ ട്രൂ ആവുന്നത് വരെ ഈ ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ആവും. പിന്നെ ലാസ്റ്റ് ഈ വൈൽ ലൂപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കോസ്റ്റും പ്രിൻ്റ് ചെയ്യിപ്പിക്കാം വേണമെങ്കിൽ. ഇത്രയേ ഉള്ളൂ പ്രിൻസ്. ആൻഡ് ഇതെനിക്ക് കറക്റ്റ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയത്തില്ല ഈ കോഡിങ്ങൊക്കെ. സോ ഇത് നിങ്ങൾക്ക് ഓക്കെ അല്ല എങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി, ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള വീഡിയോ ഇടാം. ബിക്കോസ് ഇപ്പോൾ കുറച്ച് റഷായിരുന്നു, ലാബ് എക്സാം ഒക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഫ്രീ ആയിട്ടുണ്ട്. സോ ഇത് ഓക്കെ അല്ലെങ്കിൽ പറഞ്ഞാൽ മതി, വേറെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.